ഇതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മുടെ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ കത്തി നിൽക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റോളം ഏകദേശം കത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലിക്കറിംഗ് ആണ് ഈ ട്യൂബ് ലൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ SMBSൻ്റെ പോലത്തെ ആ ഒരു സർക്യൂട്ട് നമുക്ക് ട്യൂബ് ലൈറ്റിൻ്റെ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സർക്യൂട്ടിലാണ് നമുക്ക് ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഒരു സർക്യൂട്ട് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഇത്രയൊക്കെ പണിയുണ്ടോ, 200 രൂപയ്ക്ക് പുതിയ ട്യൂബ് ലൈറ്റ് കിട്ടില്ലേ എന്ന്. പക്ഷേ നമ്മൾ ഒന്ന് റിപ്പയറിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റും കുറവായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഒരു സപ്ലൈ യൂണിറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. സപ്ലൈ യൂണിറ്റ് പുറത്തെടുത്തതിന് ശേഷം ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ തന്നെ അതിൽ കാണാൻ സാധിച്ചു അതിൻ്റെ ആ ഒരു കപ്പാസിറ്റർ പുറത്ത് പൊട്ടി വന്നിട്ടുണ്ട്, അതായത് പുറത്തോട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കാരണമാണ് നമുക്ക് നമ്മുടെ ട്യൂബ് ലൈറ്റ് ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് ഫുള്ളായി കത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഫ്ലിക്കറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു കപ്പാസിറ്ററിലെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു മാർക്കിംഗ് ഉണ്ട്. ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് എവിടെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതിന് ശേഷം നമുക്കിനി ആ ഒരു കപ്പാസിറ്റർ ഇരുന്നവിടം നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ നമുക്ക് ഡീസോൾഡർ ചെയ്തെടുത്തതിന് ശേഷം പുതിയൊരു കപ്പാസിറ്റർ നമുക്ക് അവിടെ സെയിം വാല്യൂ ഉള്ളൊരു കപ്പാസിറ്റർ നമുക്ക് അവിടെ വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കപ്പാസിറ്റർ ഡീസോൾഡറിങ് ചെയ്ത് എടുക്കലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഉള്ള ട്യൂബ് ലൈറ്റിൽ ഈ ഒരു കപ്പാസിറ്റർ തന്നെ ആയിരിക്കും മിക്കവാറും പ്രശ്നം തരിക. അപ്പോൾ ജസ്റ്റ് ആ ഒരു കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു മൊത്തം യൂണിറ്റ്, അതായത് ഈ ഒരു മൊത്തം പവർ സപ്ലൈ യൂണിറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ നമ്മളിതേ ഊരി എടുത്തിട്ടുണ്ട്. സെയിം വാല്യൂയിലുള്ള വോൾട്ടേജ് കൂടിയ കപ്പാസിറ്റർ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നേരത്തെ ഉണ്ടായിരുന്നത് 22 UFൻ്റെ 100 വോൾട്ട് കപ്പാസിറ്ററാണ്. ഇപ്പോൾ ഞാനതിൽ ഇടുന്നത് സെയിം UFും അതേപോലെ തന്നെ 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ ഞാൻ ജസ്റ്റ് ഇതിൽ ആ ഒരു കറക്റ്റ് മാർക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൈനസ് മാർക്കിങ് കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിത് ഫുള്ളായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സോൾഡർ ചെയ്തിട്ടുള്ള ബാക്കി സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് സോൾഡർ ചെയ്യാനായിട്ട് കുറച്ച് പണി പെട്ടു, കാരണം അതിൻ്റെ ബാക്കിൽ കുറച്ച് SMD കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്പോണൻസിനൊന്നും കേടുപാട് തട്ടാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യിച്ചിട്ട് പോരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എക്സ്പേർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. എനിവേ നമുക്ക് ഈ കപ്പാസിറ്ററിന് ജസ്റ്റ് 5 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ആ 5 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. എങ്കിൽ കൂടെ ഈ മൊത്തത്തിലുള്ള SMBSൻ്റെ ഈ ഒരു യൂണിറ്റ്, അതായത് ഈ ഒരു PCB നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് റീപ്ലേസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ളായി സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ കുറച്ച് SMD കമ്പോണൻസ് ഒക്കെ ഉണ്ട്, അതിലൊന്നും തട്ടാത്ത രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് നമ്മുടെ ട്യൂബ് ലൈറ്റിലോട്ട് തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കേണ്ട ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ കാരണമായിരുന്നു നമുക്ക് മൊത്തം ഇഷ്യൂസും ഈ ഒരു ട്യൂബ് ലൈറ്റിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻസിൽ കണക്ട് ചെയ്തിട്ട് ട്യൂബ് ലൈറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ട്യൂബ് ലൈറ്റ് ഓണാക്കി കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് മാത്രമല്ല, ഞാനൊരു ഏകദേശം 1/2 മണിക്കൂർ കണ്ടിന്യൂസ് കത്തിച്ച് നോക്കി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ട്യൂബ് ലൈറ്റ് വൃത്തിയായിട്ട് കത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുട്ടി വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദവും ഇൻഫോർമേറ്റീവും ആയൊരു വീഡിയോ ആയിരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്